ഏവർക്കും നമസ്കാരം. ഡി കെ ശിവകുമാർ ആരാണ്? ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികനായ, ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ. അദ്ദേഹം കനക്പുരയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കനക്പുരയിൽ നിന്ന് എച്ച് ഡി ദേവഗൗഡയ്ക്കെതിരായി മത്സരിച്ചു, എങ്കിൽ പോലും പരാജയപ്പെട്ടു. എന്നിട്ടും അവിടെ മത്സരിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ വിജയിച്ച് അങ്ങനെ കർണാടക രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു നേതാവായി വളർന്ന ഡി കെ ശിവകുമാർ. അദ്ദേഹം വരുന്നത് ഓൾഡ് മൈസൂർ റീജിയനിൽ നിന്നാണ്. പ്രധാനമായും വൊക്കലിഗ സമുദായം എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു സമുദായമാണ് കർണാടകയിലുള്ളത്. അവരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ശക്തനായ നേതാവാണ് എച്ച് ഡി ദേവഗൗഡ, മുൻ പ്രധാനമന്ത്രി. ഇപ്പോൾ എച്ച് ഡി കുമാരസ്വാമി, അദ്ദേഹത്തിൻ്റെ മകൻ, കേന്ദ്ര മന്ത്രിസഭയിൽ, മോദി മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുദായത്തിൽപ്പെട്ട ഡി കെ ശിവകുമാർ, ഒരിക്കലും അദ്ദേഹത്തെ സമുദായത്തിലേക്ക് നമ്മൾ തളച്ചിടാനായിട്ട് നമ്മൾ പാടില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അത്രയും വലുതായിരുന്നു. പ്രധാനമായും ഇന്ദിരാഗാന്ധി കണ്ടെത്തിയിട്ടുള്ളൊരു നേതാവാണ് ഡി കെ ശിവകുമാർ. ദേവരാജ് അരസിനും ഒക്കെ ശേഷം ഒരു ശക്തനായ വൊക്കലിഗ നേതാവിൻ്റെ സാന്നിധ്യം ആണ് ഡി കെ ശിവകുമാറിലൂടെ കർണാടകയ്ക്ക് കിട്ടിയത്. അതിലുപരിയായി ഡി കെ ശിവകുമാറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയോടുള്ള കൂറാണ്, പാർട്ടിയോടുള്ള ലോയൽറ്റിയാണ്. ഒന്നെങ്കിൽ BJP അല്ലെങ്കിൽ ജയിൽ എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ജയിലെങ്കിൽ ജയിൽ എന്ന രീതിയിലേക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു. അത്രയ്ക്കധികം പാർട്ടിയെ സ്നേഹിച്ച ഒരു ധീരനായ കോൺഗ്രസ്സുകാരനാണ് ഡി കെ ശിവകുമാർ. അദ്ദേഹമാണ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും വിലാസറാവു ദേശ്മുഖ് സർക്കാരിൻ്റെ ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ സിറ്റുവേഷൻ വന്നപ്പോൾ MLA മാരെ സംരക്ഷിച്ച് നിർത്തിയത് ഡി കെ ശിവകുമാറായിരുന്നു. അതുപോലെ ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിനെ രാജ്യസഭാ ഇലക്ഷന് വിജയിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടന്ന സമയത്ത് BJP അതിനെതിരായി കോൺഗ്രസിൻ്റെ MLA മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അന്നും കോൺഗ്രസ്സിന് രക്ഷകനായി എത്തിയത് ഡി കെ ശിവകുമാറാണ്. അതുപോലെ തന്നെ 2018 ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സിറ്റുവേഷൻ കർണാടകയിൽ വന്നപ്പോൾ അപ്പോഴും കോൺഗ്രസ് MLA മാരെയും JDS MLA മാരെയും ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റി BJP കുതിരക്കച്ചവടം മാറ്റി നിർത്താനായിട്ട് സഹായിച്ചിട്ടുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ. പ്രധാനമായും ട്രബിൾ ഷൂട്ടറാണ് ഡി കെ ശിവകുമാർ. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അധികാര തർക്കം വന്നപ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഒരിക്കലും കോൺഗ്രസ്സിന് നഷ്ടമാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടുത്തെ മുമ്പത്തെ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ ഏറെ ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രതികൂലമായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഡി കെ ശിവകുമാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഗവേണൻസ് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് വരും വർഷങ്ങളിൽ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഡി കെ ശിവകുമാറിന്.